ഹലോ, ഇന്ന് നമ്മൾ അസർബൈജാനിൽ ഹൈദരാലി മ്യൂസിയത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് കണ്ടത് എനിക്ക് തോന്നുന്നു അസർബൈജാൻ റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ്റെ മാപ്പിംഗ് റെപ്രസെൻറ്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാർപ്പറ്റ്സുകൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളാണ് കേട്ടോ അതൊക്കെ. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയാലും നമുക്ക് താഴെ ഇടാനൊന്നും തോന്നില്ല, ജസ്റ്റ് വാളിൽ ഹാങ് ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കുറേ ട്രഡീഷണൽ ഡ്രസ്സുകൾ കണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ദേ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ഫുള്ള് പുരാതനമായിട്ടുള്ള കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. പിന്നെ ദേ ഈ പോട്ടും ഈ ജഗ് പോലത്തെ സംഭവം, പിന്നെ പ്ലേറ്റ്സ്, ഇതൊക്കെ പൊട്ടിയതാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പഴയ ഒരു തനിമ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പൊട്ടിയതൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട്, അന്നത്തെ രാജകുമാരികളൊക്കെ ഇട്ടതായിരിക്കാം കേട്ടോ. പിന്നെ ദേ അവിടുത്തെ ചക്രവർത്തിയുടെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ദേ കറൻസി, ഇത് അവിടുത്തെ കറൻസിയാണ് കേട്ടോ, അസർബൈജാൻ കറൻസിയാണ്. കോയിനും ഉണ്ട്. എനിക്ക് ഇപ്പം ഈ കറൻസി യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മളും ഒരുപാട് നമ്മുടെ പഴയ കറൻസി ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇത് ഈ കാണുന്ന പാത്രത്തിലാണ് അവർ ചായ കുടിച്ചായിരുന്നതെന്ന്. പിന്നെ ഇത് ഈ കല്ലിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാം. അതൊക്കെ പണ്ടുള്ളവർ ഡയറക്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതെന്ന് പറയുന്നു. പിന്നെ നമ്മൾ വന്നത് ഫുള്ള് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്തിട്ടാണ് വന്നത്. മ്യൂസിക്കിനെ കുറിച്ച് അത്ര പിടിപാടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ എക്സാക്ട്ലി എന്താണ് ഇതിൻ്റെ പേരെന്നും ഇതിൻ്റെ യൂസ് എന്താണെന്നൊന്നും അത്ര കറക്റ്റായിട്ടൊന്നും അറിയില്ല കേട്ടോ. എല്ലാത്തിനും ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേക പൊസിഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് പ്ലേ ചെയ്യുന്ന വോയിസ് കേൾക്കാൻ പറ്റും. നമുക്കറിയില്ലെങ്കിലും ആ വോയിസ് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു.